ഹായ് സ്റ്റുഡൻസ്, ഓക്സ്ഫോർഡ് വുമൻ എംപവർമെൻറ്റ് ഓൺലൈൻ സെൻറ്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 8 ഹെയർ സ്റ്റൈലാണ്. അത് മെയിനായിട്ട് നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുക. അവർക്ക് താലിയൊക്കെ കെട്ടുമ്പോൾ മുടിയൊന്നും ഡിസ്റ്റർബ് ആവാതെ നല്ല ഒരു മുടി പോലും താഴ്ന്നു നിൽക്കാതെ ഏറ്റവും ഭംഗി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് 8 ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, 8 ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്തെല്ലാം നോക്കാം. ഫസ്റ്റ് നമുക്ക് ടെയിൽ കോമ്പ് വേണം, യു പിന്ന് വേണം, ഹെയർ പിന്ന് വേണം, പിന്നെ നമുക്ക് സെറ്റിംഗ് സ്പ്രേ വേണം, പിന്നെ നമുക്ക് കേള് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെയർ മോസ് വേണം, നമ്മുടെ കേളർ മെഷീൻ വേണം, പിന്നെ നമുക്ക് എല്ലാത്തിലും പോലെ തന്നെ ഹെയർ ആക്സസറി വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് 8 ഹെയർ സ്റ്റൈലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഏതെങ്കിലും സ്റ്റൈൽ, അതായത് ഫ്രഞ്ച് ബ്രൈഡോ അല്ലെങ്കിൽ റോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൈൽ നിങ്ങൾ ഫ്രണ്ട് ചെയ്തതിന് പഫോ അല്ലെ സെൻറ്റർ പഫൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റൈല് ഫ്രണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് 8 എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒരു ചെറിയ മുടീനെ നമ്മൾ വിടുന്നുണ്ട് കേട്ടോ. നമുക്ക് കേൾ ചെയ്യണത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഹെയറിന് നമുക്ക് വിടാം. നമുക്കിവിടെ മുടി കേളി ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുടീനെ ഇവിടെ വിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേളി ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇത്ര മുടീനെ വിട്ടതിന് ശേഷം ബാക്കി ഹെയർ നമുക്കിവിടെ റോപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് 8 ചെയ്യാം. എയ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഒന്ന് പോണി കെട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ശരിക്കും പോണി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യാവുമ്പോൾ നിങ്ങളൊരു പോണി കെട്ടിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ പോണി കെട്ടണില്ല കേട്ടോ. നന്നായിട്ട് മുടിനെ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം മേലേക്ക് കൊണ്ടുപോവുക. മേലെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ പിരിച്ചതിന് ശേഷം ഈ ഹെയറിനെ നമ്മൾ താഴോട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഈ ഹെയറിനെ നമ്മൾ താഴോട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം മുകളിലത്തെ ഹെയർ നമ്മൾ താഴേന്ന് മുകളിലേക്ക് കൊണ്ടുപോയ ഹെയറിനെ ഇങ്ങനെ പിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഈ മുടീൻ്റെ അടിയിലേക്ക് സെറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം 8 രൂപത്തിലായല്ലേ. അപ്പം നമ്മളെ താഴേക്ക് കൊണ്ടുപോയ ഹെയറിനെ ഇവിടെ ഒന്ന് ഉറപ്പിക്കണം. ഓക്കെ,
കണ്ടോ, മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? 8 ആയില്ലേ? ഇതാണ് 8 ഹെയർ സ്റ്റൈൽ കേട്ടോ. നമുക്ക് ഇത് ഡെക്കറേറ്റും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ കുറച്ച് മുടി നമ്മളിവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ എക്സ്ട്രാ ഇട്ട മുടിയെ നമ്മൾ കേൾ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ് അപ്ലൈ ചെയ്യണം. ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ മോസ്. അപ്പോൾ നമ്മൾ ഇത് മോസ് നേരെ ഡയറക്റ്റ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യില്ല. നമ്മുടെ കോമ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കോമ്പ് കൊണ്ട് ഈ ഹെയറിനെ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നുവെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക കേള് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 2 കേൾസ് ആക്കി ഇടാം കേട്ടോ. ഇത് ഫുള്ളും കൂടി ഒരു കേളാവേണ്ട, 2 കേളാക്കാം. നമ്മൾ കേളർ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റോളറിനെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുക. ഓക്കെ, നമ്മുടെ കേളർ ചൂടാക്കിയതിന് ശേഷം നമ്മൾ കേൾ ചെയ്യാനുള്ള മുടീനെ ചുറ്റി കൊടുക്കുക. ചുറ്റി നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ വെച്ചിരിക്കണം. അപ്പോഴേ നമ്മുടെ മുടിക്ക് കേൾസ് കിട്ടുള്ളൂ. കേൾസ് ആയതിന് ശേഷം നമ്മൾ മെല്ലെ ലൂസാക്കി നമ്മുടെ കേളറിനെ ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ തൊട്ടിപ്പുറത്ത് വിട്ട മുടീനെ നമ്മൾ ചുറ്റിയെടുത്തു. ചുറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കേളറിന് കൊണ്ടുവന്ന് വെച്ചിട്ട് 1 മിനിറ്റ് നമ്മൾ വെക്കണം. വെച്ച് ആ മുടിയിൽ ഹീറ്റ് ചെന്നെങ്കിൽ മാത്രമേ അത് കേളായി കിടക്കുകയുള്ളൂ. ശേഷം സാവധാനം ഇടുക. ഓക്കെ, പിന്നെ ഈ കേൾസിനെ നമ്മൾ മെല്ലെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഒന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കണം. അപ്പം അത് അതേപോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും അങ്ങനെ കേൾസായിട്ട് തന്നെ കിടക്കും കേട്ടോ. ഓക്കെ, ഓക്കെ മതി. അപ്പോൾ ഇതാണ് 8 ഹെയർ സ്റ്റൈല്. ഇപ്പോൾ എല്ലാവർക്കും 8 ഹെയർ സ്റ്റൈൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേൾസ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ, അതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.